സന്തോഷ ജീവിതത്തിന് വെറും 1 മിനിറ്റ്. സന്തോഷത്തിന് നമ്മൾ പുണ്യപാർമികൾ സമ്പാദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അടുത്ത പാർമി എന്ന് പറയുന്നത് സത്യത്തിൻ്റെ പാർമിയാണ്. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും സത്യമായിരിക്കണം. ധ്യാനം എപ്പോഴും ഒരു സങ്കല്പത്തിലായിരിക്കാൻ പാടില്ല. ഈ സമയത്ത് ശരീരത്തിൽ മനസ്സിൽ നടക്കുന്ന സത്യത്തെ ആധാരമായിട്ടുള്ളതായിരിക്കണം. അങ്ങനെ പറയുന്നതും അതേപോലെ തന്നെ ചെയ്യുന്നതും എല്ലാം സത്യം. അതേപോലെ ധ്യാനിക്കുന്നതും ഒരു സത്യത്തെ ആയിരിക്കണം. നമ്മൾ ഒരിക്കലും ഒരു സങ്കല്പത്തെ നമ്മൾ ധ്യാനിക്കരുത്. അതായത് ഏതെങ്കിലും പ്രകാശത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെയോ നമ്മൾ ധ്യാനിക്കരുത്. ഒരു സങ്കല്പത്തെ നമ്മുടെ ധ്യാനത്തിൽ ഒരിക്കലും കൊണ്ടുവരരുത്. നമ്മൾ പ്രകട സത്യത്തിൽ നിന്നും തുടങ്ങുക. അപ്പോൾ നമ്മൾ പതുക്കെ പരമാർത്ഥ സത്യത്തിലേക്ക് നീങ്ങുന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ശ്വാസം ഒരു സത്യമാണ്. അവിടെ നിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ പരമസത്യത്തിലേക്ക് എത്തും. അപ്പോൾ സത്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം. അതുകൂടാതെ നമ്മുടെ ധ്യാന വസ്തു എല്ലായ്പ്പോഴും സത്യം തന്നെ ആയിരിക്കണം. അത് പ്രകട സത്യമായാലും സ്ഥൂല സത്യമായാലും കുഴപ്പമില്ല, പക്ഷേ സത്യം തന്നെ ആയിരിക്കണം.